സംസ്ഥാനത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത പലയിടങ്ങളിലും തകരുന്ന സാഹചര്യത്തിൽ മുഴുവൻ റീച്ചുകളിലും പരിശോധന നടത്താൻ ദേശീയപാത അതോറിറ്റി 378 സ്ഥലങ്ങളിൽ മണ്ണ് പരിശോധന നടത്തും. 3 മാസത്തിനുള്ള പരിശോധന പൂർത്തിയാക്കുമെന്നും NHAI. ശരത് ലാലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ശരത് ലാൽ, സംസ്ഥാനത്ത് വലിയ തരത്തിലുള്ള വിമർശനമാണ് NHAI ഇക്കാര്യത്തിൽ നേരിടുന്നത്. പലയിടത്തും ഇത്തരത്തിൽ ദേശീയപാതയുടെ നിർമ്മാണത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ളത്. അതിൽ ഇപ്പോൾ ഏത് രീതിയിലാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടൊരു കത്ത് തന്നെ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിക്ക് നൽകിയിരുന്നു. അതുമാത്രമല്ല, PSC ചെയർമാൻ KC വേണുഗോപാലും PSC കമ്മിറ്റിയുടെ NHAI വിളിച്ചു വരുത്തി ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് സുരക്ഷാ ഓഡിറ്റിംഗ് വേണം എന്ന കാര്യത്തിൽ വളരെ വ്യക്തമായ ഒരു നിർദ്ദേശം നൽകിയിരുന്നു. അരൂരിലെ അരൂരിലെ അപകടം, അതിനുശേഷം കൊല്ലത്തെ കൊട്ടിയത്ത് അപകടം, അതിനു മുമ്പേ ഉള്ള മലപ്പുറം ജില്ലയിലെ മണ്ണിടിച്ചത്, ഇതൊക്കെ ചൂണ്ടിക്കാണിയായിരുന്നു സുരക്ഷാ ഓഡിറ്റ് വേണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചത്. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ പരാതികളുള്ള, അതായത് കേരളത്തിലെ മണ്ണ് പരിശോധന, അതായത് വളരെ സോഫ്റ്റായ മണ്ണുള്ള സ്ഥലങ്ങളിൽ 378 ഇടങ്ങളിൽ പരിശോധന നടത്തി എന്താണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് കണ്ടെത്താൻ വേണ്ടി കേന്ദ്ര സർക്കാർ NHAIക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. NHAI ഇതിനു വേണ്ടി 20 ഏജൻസികളെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 378 സ്ഥലങ്ങളിലും ഈ ഏജൻസി പരിശോധന നടത്തും. 3 മാസം കൊണ്ട് ഈ റിപ്പോർട്ട് നൽകും. കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിലെ എല്ലാ അപാകതകളും പരിശോധിക്കപ്പെടും എന്ന് തന്നെയാണ് NHAIയുടെ വൃത്തങ്ങൾ, അതുപോലെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് നമ്മെ അറിയിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതേപോലെ തന്നെ കൊല്ലത്ത് കൊട്ടിയത്തുള്ള ഇടിഞ്ഞു താഴ്ന്ന നാഷണൽ ഹൈവേ ഇടിഞ്ഞു താഴ്ന്നത് സംബന്ധിച്ചുള്ള പ്രാഥമിക റിപ്പോർട്ടിൽ തന്നെ ഇത് ചൂണ്ടിക്കാട്ടിച്ചിട്ടുണ്ട്. കാരണം മണ്ണ് ഇറോഷൻ, മണ്ണിന്റെ ഗുണനിലവാരം അല്ലെങ്കിൽ മണ്ണിന്റെ സംബന്ധിച്ചുള്ള ഒരു നടപടിക്രമങ്ങളും അവിടെ പാലിക്കപ്പെട്ടിരുന്നില്ല, പഠനം നടത്തിയിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കേരളത്തിലെ ഈ സോഫ്റ്റ്, അതായത് NHAIയിലെ മണ്ണ്, വയലുകൾ കടന്നു പോകുന്ന 378 ഐഡന്റിഫൈ ചെയ്ത സ്പോട്ടുകളിൽ പരിശോധന നടത്തിയിട്ട് എങ്ങനെയാണ് ഇത് ബലവത്താക്കുക എന്ന കാര്യത്തെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ 20 ഏജൻസികളെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ നിർമ്മാണത്തിലെ പിഴവ് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ 20 ഏജൻസികൾ റിപ്പോർട്ട് നൽകും. അത് 3 മാസത്തിനുള്ളിൽ നൽകണമെന്നാണ് NHAIയും കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പും ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി കത്തിനും PSC ചെയർമാൻ KC വേണുഗോപാലിന്റെ നിർദ്ദേശത്തിനും NHAI ഇത് സംബന്ധിച്ച കേന്ദ്ര ഉപരിതല മന്ത്രാലയം ഇത് സംബന്ധിച്ച് നടപടി എടുത്തിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഇക്കാര്യം കൊണ്ട് വ്യക്തമാകുന്നത്. ഏതായാലും കേരളത്തിലെ ദേശീയപാത 62 നിർമ്മാണത്തിൽ ഏറെ പിഴവുകളുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ സംസ്ഥാനത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത പലയിടങ്ങളിലും തകരുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു നിർണായകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്.